Next section is 15.7 surface integrals. അപ്പം ആദ്യം സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഫോർമുലയാണ് ഇവിടെ പറയുന്നത്. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ് ഡിഫൈൻഡ് ഇൻ എ റീജിയൻ ഇൻ സ്പേസ് കണ്ടെയ്നിങ് എ സർഫസ് എസ്. ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ എസ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. അപ്പോൾ നമ്മൾ ഡി എ ഏരിയ വെച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഡി വി വോളിയം വെച്ചിട്ടുള്ളത് പറയുന്നത് ഇത് സർഫസ് ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ ഡി എസ് ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഏതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കി വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ സർഫസ് ഇൻ്റഗ്രൽ കാണാനുള്ള ഫോർമുല ലിമിറ്റ് n, m ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ i = 1 to m സിഗ്മ j = 1 to n f of xi yj f of xi g of xi yj ഡെൽറ്റ sij. ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കണ്ട, നമ്മൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുന്നത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം തന്നിട്ടുള്ള സർഫസ് z = g of xy രൂപത്തിലാണെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ ഇൻറ്റു എക്സ് വൈ പ്ലെയിന് കാണാം, അതിനെ ആർ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. ഈ സർഫസ് ഇൻ്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ സെഡിന് പകരം എന്ത് കൊടുക്കുന്നു, ജി ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കുന്നു, ഇൻറ്റു റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ പ്ലസ് ജി വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. ഈ ഡബിൾ ഇൻ്റഗ്രൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഇത് വെച്ചിട്ടാണ് ഈ സർഫസ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി സർഫസ് y = g of x z ഫോമിലാണെങ്കിൽ ഈ സർഫസ് ഇൻ്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈക്ക് പകരം ജി ഓഫ് എക്സ് സെഡ് റൂട്ട് ഓഫ് ഇതിന്റെ വേരിയബിൾസ് ഏതൊക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ് വരും, ജി എക്സ് സ്ക്വയറും ജി സെഡ് സ്ക്വയറും പ്ലസ് 1 ഡി എ. ഇനി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സർഫസ് എന്ന് പറയുന്നത് x = g of y z ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സിന് പകരം വൈ സെഡ് y, z റൂട്ട് ഓഫ് ജി വൈ സ്ക്വയർ ജി സെഡ് സ്ക്വയർ പ്ലസ് 1 ഡി എ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പം സർഫസ് ഇൻ്റഗ്രൽ കാണാനുള്ള ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് ഡി എസ് വേർ എസ് ഇസ് ദ പാർട്ട് ഓഫ് ദി പ്ലെയിൻ 2x + 3y + z = 6 ദാറ്റ് ലൈസ് ഇൻ ദി ഫസ്റ്റ് ഒക്ടന്റ്. അപ്പോൾ നമുക്ക് ഇതിനെ x = z = y = ഏത് ഫോമിൽ വേണമെങ്കിലും എഴുതാം. z = എന്നുള്ള ഫോമിലാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. ഫസ്റ്റ് ഒക്ടന്റിലാണ് അതിന്റെ പാർട്ട് കാണേണ്ടത്. അപ്പം ഇതിനെ ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറയുമ്പോൾ z > 0 ആണല്ലോ. അപ്പോൾ z ന്റെ വേരിയേഷൻ നമുക്ക് ഈ 0 മുതൽ ഇത് സോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ വരെ എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ z = 6 - 2x - 3y എന്ന് എഴുതാം. സോ അതാണ് നമ്മളുടെ സർഫസിന്റെ റെപ്രസെന്റേഷൻ. z = g ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y g of x y എന്നുള്ള രൂപത്തിലാണ്. സോ സർഫസ് ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുല ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് = ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ് ഇവിടെ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ സപ്പോസ് അതിൽ ഇസഡ് വന്നിരുന്നു എങ്കിൽ നമ്മൾ ഇസഡിനെ ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഈ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷെ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് പിന്നെ ജി ഓഫ് എക്സ് വൈ അല്ലേ. അപ്പോൾ ജി എക്സ് സ്ക്വയർ പ്ലസ് ജി വൈ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ജി എക്സ് കാണുമ്പോൾ -2 എന്നും ജി വൈ -3 എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ √14 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എ. ഇനി ആ ഏരിയ എന്താണെന്നുള്ളത് അറിയണം, അതിന്റെ പ്രൊജക്ഷൻ എന്താണെന്നുള്ളത് അറിയണം. അപ്പം പ്രൊജക്ഷൻ കാണുമ്പോൾ അതായത് ഈ ഇക്വേഷനിൽ z = 0 കൊടുത്താൽ മതി. z = 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതെന്തായിട്ട് മാറും, 2x + 3y = 6 എന്നുള്ളതായി മാറും. ഫസ്റ്റ് ഒക്ടന്റ് ആയതുകൊണ്ട് എക്സും വൈ ഒക്കെ > 0 അല്ലേ. സോ ഇങ്ങനെ ഒരു പോർഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന് നിങ്ങൾക്ക് x സിമ്പിൾ ആയിട്ടും റീഡ് ചെയ്യാം, y സിമ്പിൾ ആയിട്ടും റീഡ് ചെയ്യാം. ഇവിടെ y സിമ്പിൾ ആയിട്ടാണ് റീഡ് ചെയ്തിട്ടുള്ളത്. സോ വൈയുടെ വേരിയേഷൻ 0 മുതൽ ഈ ഒരു കർവ് ലൈൻ വരെ, അതായത് ഇത് സോൾവ് ചെയ്തിട്ട് y = 2 - 2/3x എന്നുള്ള രൂപത്തിൽ എഴുതാം. ദെൻ എക്സിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 മുതൽ 3 വരെ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്നു. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം √14 × ഇൻ്റഗ്രൽ 0 to 3 ഇൻ്റഗ്രൽ 0 to 2 - 2/3x എക്സ് ഡി വൈ dx വിത്ത് റെസ്പെക്ട് ടു y ആദ്യം ചെയ്തു, വേരിയേഷൻ കൊടുത്തു, എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തപ്പോൾ 3 × √14 എന്നാണ് ആൻസർ. സോ ദാറ്റ്സ് ദ വാല്യൂ ഓഫ് ദി സർഫസ് ഇൻ്റഗ്രൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാസ് ഓഫ് ദി സർഫസ് എസ് കമ്പോസ്ഡ് ഓഫ് ദി പാർട്ട് ഓഫ് ദി പരാബോളോയിഡ് y = x² + z² ബിറ്റ്വീൻ ദി പ്ലെയിൻസ് y = 1 ആൻഡ് y = 4. അപ്പോൾ ഇവിടുത്തെ സർഫസ് തന്നിരിക്കുന്നത് y = ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് z ഫോമിലാണ്. ഓക്കെ, ഇനി നമുക്ക് ആരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ഇഫ് ദ ഡെൻസിറ്റി മാസ് ആണ് കാണേണ്ടത്. ഡെൻസിറ്റി തന്നിട്ടുള്ളത്, ഡെൻസിറ്റി ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം അതിനുള്ള ഒരു ക്ലൂ ആണ് തന്നിട്ടുള്ളത്. Density at a point P on S is inversely proportional to the distance between P and the axis of symmetry of S. അപ്പോൾ ഇവിടെ ആക്സിസ് ഓഫ് സിമെട്രി ഓഫ് എസ് എന്ന് പറയുന്നത് y ആക്സിസ് അല്ലേ. അപ്പോൾ അതും P എന്ന് പറയുന്നത് ഒരു പോയിന്റ് x y z ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്, പക്ഷെ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ കെ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും. അപ്പൊ അതിനെയാണ് നമ്മളിവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ സിഗ്മ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസിൽ -1/2 എന്ന് എഴുതിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എന്നുള്ളതിനെ. അപ്പൊ ഇനി നമുക്ക് ഫോർമുല മാസ് കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് സിഗ്മ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ്, നമ്മൾ ഇതേ ഫംഗ്ഷൻ ഇതാണ്. ഇനി ഇതിൽ നമ്മുടെ സർഫസ് ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്നു. കെ ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസിൽ -1/2. ഇവിടെ വൈ കാണുവാണെങ്കിൽ വൈനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യണമായിരുന്നു, പക്ഷെ ഇതിൽ വൈ വന്നിട്ടില്ല. ഇൻറ്റു റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ പ്ലസ് ജി സെഡ് സ്ക്വയർ പ്ലസ് 1 ഡി എ. അപ്പൊ അതെല്ലാം ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഹോൾ റേസിൽ -1/2 റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ പ്ലസ് 1 ഡി എ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അനുലസ് റീജിയൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പോളാർ ഫോമിലേക്ക് മാറ്റി വേണം നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. പോളാർ ഫോമിലേക്ക് മാറ്റുമ്പം ആർ കോസ് തീറ്റ സർക്കിളിന്റെ ഇക്വേഷൻ ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ, ഇവിടെ തീറ്റയുടെ വേരിയേഷൻ ആറിന്റെ വേരിയേഷൻ 1 മുതൽ 2 വരെയും തീറ്റയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെയും. അപ്പൊ അതില് പിന്നെ അതുപോലെ ഈ ഫംഗ്ഷനിൽ എക്സ് കാണുന്നിടത്ത് ആർ കോസ് തീറ്റയും സെഡിനാണ് ആർ സൈൻ തീറ്റ കൊടുക്കുന്നത്. സെഡിന് ആർ സൈൻ തീറ്റയ്ക്കെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യുമ്പം ഈ ഒരു രൂപത്തിലേക്ക് മാറും. കെ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 2π ഇന്റഗ്രൽ 1 to 2 1/r ഇൻറ്റു റൂട്ട് ഓഫ് 4r സ്ക്വയർ പ്ലസ് 1 ആർ ഡി ആർ ഡി തീറ്റ. അപ്പൊ ആറിന്റെ ടേമുകളൊക്കെ അപ്പൊ ഇവിടുത്തെ ആറും ഈ ആറും ഒക്കെ ക്യാൻസൽ ആവും. പിന്നെ ഈ ടേം മാത്രമേ ഉള്ളത്. അപ്പൊ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ ഇപ്പൊ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോമിലുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ഇന്റഗ്രേഷൻ ഫോമുല ഉണ്ട്, എൽ എൻ ഓഫ് ആർ പ്ലസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/4 എന്നുള്ളത് വരും. ഓക്കെ, ദെൻ ബിറ്റ്വീൻ ദി ലിമിറ്റ് സോറി ഇത്രയുണ്ട് കേട്ടോ. r/2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/4 പ്ലസ് 1/8 ഇൻറ്റു എൽ എൻ ഓഫ് ആർ പ്ലസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/4. ഇവിടെ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഇന്റഗ്രലിന്റെ ഫോമുല ഉണ്ട്, ആ ഫോമുല വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. r/a ഇൻറ്റു ആർ എ ഇൻറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ അത് വെച്ച് എഴുതിയിട്ടുള്ളതാണിത്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്തു, ബിറ്റ്വീൻ ദി ലിമിറ്റ് 1 to 2 കൊടുത്തു. ദെൻ അത് കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പൊ അതിന് പുറത്ത് എഴുതി. ദെൻ ഡി തീറ്റ വരും. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2π കൊടുക്കുമ്പോൾ ഇവിടുത്തെ ആ 2π വന്നു. ആ 2 ഇവിടുത്തെ താഴത്തതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയപ്പോൾ ഈ രൂപത്തിലാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി പാരാമെട്രിക് സർഫസസ് ആണ്. ലെറ്റ് എഫ് ബി ഇവാലുവേഷൻ ഓഫ് സർഫസ് ഇന്റഗ്രൽസ് ഫോർ പാരാമെട്രിക് സർഫസ്. പാരാമെട്രിക് ഫോമിലാണ് സർഫസ് എങ്കിൽ എങ്ങനെയാണ് ഈ സർഫസ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മറ്റേത് ഡയറക്റ്റ് തന്നിട്ടുള്ള എക്സ് വൈ സെഡിലാണെങ്കിൽ സർഫസ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇനി പാരാമെട്രിക് ഫോം ആണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഇക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ ഓഫ് യു വി ഇൻറ്റു മോഡുലസ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി എ. ഈ ഫോമിൽ ഓർത്ത് വെച്ചോണം. ഇത് വെച്ചിട്ടാണ് സർഫസ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇഫ് the surface is given in parametric form, evaluate double integral over s x minus y root of 2z plus 1 ds, where s is the surface represented by r of uv is equal to u plus vi u minus vj u square plus v square k, where 0 less than equal to u less than equal to 1, 0 less than equal to v less than equal to 2. അപ്പോൾ ആർ യു ക്രോസ് ആ ഫോമുല അപ്ലൈ ചെയ്യാനായിട്ട് ആർ യു കാൽക്കുലേറ്റ് ചെയ്തു, ആർ വി കാൽക്കുലേറ്റ് ചെയ്തു, ആർ യു ക്രോസ് ആർ വിയും കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത്. ഇനി ആ ഫോമുലയിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ യുവിന്റെയും വിയുടെയും വേരിയേഷൻ കൊടുത്തു. ഇന്റഗ്രൽ 0 to 2, ഇന്റഗ്രൽ 0 to 1. ദെൻ ഈ ഫംഗ്ഷനിൽ എക്സിന് എന്ത് കൊടുക്കുന്നു? യു പ്ലസ് വി, വിക്ക് യു മൈനസ് വി, സെഡിന് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് ഓഫ് ആർ ഓഫ് യു വി എഴുതിയിട്ടുണ്ട്. ഇൻറ്റു പിന്നെ ഇവിടെ ഫോമുലയിലുള്ളത് എന്താ? മോഡ് ആർ യു ക്രോസ് ആർ വി ഡി എ. അപ്പൊ ആർ യു ക്രോസ് ആർ വി നമ്മൾ ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഡി യു ഡി വി. ദെൻ അപ്പൊ ഏത് ഓർഡറിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം ഇവിടുത്തെ ലിമിറ്റ് കൊടുക്കാനായിട്ട്. അപ്പൊ അത് ഈ ടേം ഒക്കെ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ പ്ലസ് മൈനസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ യു മൈനസ് യു പോകും. വി മൈനസ് മൈനസ് യു വി എന്ന് പറയുമ്പോൾ 2v എന്നാവും. ആ 2 എല്ലാം ഇവിടെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ഈ 2 കൂടെ ചേർത്താണ് 4 ആയിട്ടുള്ളത്. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 8 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി ഓറിയന്റഡ് സർഫസ് എന്താണ്? ഇത് ഡെഫിനിഷൻ മേ ബി ചോദിച്ചേക്കാം കേട്ടോ. ഇവിടെയുള്ള ഈ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചോണം. ഓറിയന്റഡ് സർഫസ് അതുപോലെ ഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ഇന്റഗ്രൽ ഇൻവോൾവ്സ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ ഫ്ലക്സ് ഓഫ് എ വെക്ടർ ഫീൽഡ് അക്രോസ് ആൻ ഓറിയന്റഡ് സർഫസ്. അപ്പൊ ഇവിടെ സർഫസിന്റെ ഫ്ലക്സ് എന്താണെന്നുള്ളത് പറയണമെങ്കിൽ ഓറിയന്റേഷൻ എന്താണെന്നുള്ളത് അറിയണം. അപ്പൊ സർഫസ് എസ് ഇസ് ഓറിയന്റബിൾ ഓർ ടു സൈഡഡ് എന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് എ യൂണിറ്റ് നോർമൽ
vector n that varies continuously over S. That is, if the components of n are continuous at each point of x, y, z on S. അങ്ങനെയാണെങ്കിലാണ് അതിനെ ഓറിയന്റബിൾ എന്ന് പറയുന്നത്. ഇനി ക്ലോസ്ഡ് സർഫസസ് സച്ച് ആസ് സ്പിയേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓറിയന്റഡ് സർഫസസ്. ദർ ആർ ടു പോസിബിൾ ചോയ്സസ് ഫോർ ഓറിയന്റേഷൻ. ഏതൊക്കെയാണ്? ഒന്ന് അകത്തേക്കും ഒന്ന് പുറത്തേക്കും. അപ്പൊ അതിനനുസരിച്ച് യൂണിറ്റ് ഇന്നർ നോർമൽ എന്നും യൂണിറ്റ് ഔട്ടർ നോർമൽ ആ രൂപത്തിൽ പറയാൻ പറ്റും. ആൻഡ് പോസിറ്റീവ് ഓറിയന്റേഷൻ എന്താണെന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അങ്ങനെ ഒരു സർഫസ് ഇന്റഗ്രൽസ് ഓഫ് വെക്ടർ ഫീൽഡ്സിന്റെ സർഫസ് ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുലയാണ്. അപ്പൊ ഒരു ഓറിയന്റഡ് സർഫസ് ആയിരിക്കണം, അതിനാണ് ഓറിയന്റേഷൻ അവിടെ പറഞ്ഞത്. Let capital F be a continuous vector field defined in a region containing an oriented surface S with unit normal vector n. The surface integral of F across S is in the direction of n is double integral over S F dot ds is equal to double integral over S F dot n ds. That is equal to limit n comma n tends to infinity. ഈ വാല്യൂ ആണ്. ബട്ട് ഇത് വെച്ചിട്ടുള്ള നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഈ ഡബിൾ ഇന്റഗ്രലിന്റെ ഫോർമുല വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് നോർമൽ ആണ്. നോർമൽ കാണാനുള്ള ഫോർമുല ഒരു സർഫസിന്റെ റെപ്രസെന്റേഷൻ ഈ രൂപത്തിൽ തന്നിട്ടുണ്ടാവും. z ഈക്വൽ ടു g ഓഫ് എക്സ് വൈ എന്ന രൂപത്തിൽ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ g ഓഫ് എക്സ് വൈ z ഈക്വൽ ടു z മൈനസ് g ഓഫ് എക്സ് വൈ എന്ന് എഴുതും. എന്നിട്ട് അതിന്റെ ഡെൽ ജി ഡിവൈഡ് ബൈ മോഡ് ഡെൽ ജി ചെയ്താലാണ് നമുക്ക് നോർമൽ കിട്ടുക. അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഡോട്ട് എൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കെലാർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടും അതിന്റെ. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് പ്രോബ്ലം ചെയ്താൽ മതി. എഫ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ ആണെന്നിരിക്കട്ടെ. കണ്ടിന്യൂസ് വെക്ടർ ഫീൽഡ് ഇൻ എ റീജിയൻ ദാറ്റ് കണ്ടെയ്ൻസ് എ സ്മൂത്ത് ഓറിയന്റഡ് സർഫസ് എസ് that by given by z equal to g of xy and d its a projection onto the xy plane. Then double integral over s f dot ds is equal to double integral over t minus p into gx minus q into gy plus r dA. ഈ ഫോർമുല ഓർത്ത് വെച്ചോണം. ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിന്റെ സിലബസിൽ പറഞ്ഞിട്ട് മെത്തേഡ് മാത്രമേ ആവശ്യമുള്ളൂ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ആവശ്യമുള്ളൂ. ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. Evaluate double integral over S f dot ds where f of x y z is equal to xi plus yj plus zk, where s is the surface composed of the part of the paraboloid z equal to 1 minus x square minus y square lying above the xy plane on the disk d is equal to തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. എഫ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്മോൾ ജി എന്ന് പറയുന്നത്. അപ്പോൾ പിയും ക്യൂവും ആറും ഒക്കെ ഇതിലത്തെ കോയിഫിഷ്യൻസ് ആയിട്ട് നമ്മൾ എടുത്തു. ജി എന്ന് പറയുന്നത് ഇതാണ്, ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ഇതാണ്. അതിൽ നിന്ന് ജി എക്സും ജി വൈയും കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓവർ ടി മൈനസ് പി ജി എക്സ് മൈനസ് ക്യൂ ജി വൈ പ്ലസ് ആറ്. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി എന്നുള്ള വേരിയേഷൻ, ഡൊമൈനിന്റെ വേരിയേഷനും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ സീറോ ലെസ് ആൻ ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ആൻ ഇക്വൽ ടു 1, അതായത് ഇന്റീരിയറിന്റെ സർക്കിളിന്റെ ഇന്റീരിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ പോളാറിലേക്ക് മാറ്റുന്നു. പോളാറിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ എക്സും വൈ അല്ലല്ലോ, എക്സിന് ആർ കോസ് തീറ്റ വൈക്ക് ആർ സൈൻ തീറ്റ. ആറിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ, തീറ്റയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെ. അങ്ങനെ കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3/2π എന്നുള്ളതാണ്. ഇനി അടുത്തത് പാരാമെട്രിക് സർഫസസ് ആണ്. അപ്പം ആ ഒരു ഫീൽഡ് തന്നെ, വെക്ടർ ഫീൽഡിന്റെ സർഫസ് ഇന്റഗ്രേഷനാണ് പറഞ്ഞത്. വെക്ടർ ഫീൽഡ് തന്നെ പാരാമെട്രിക് ഫോമിൽ തന്നു കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ ടി എഫ് ഓഫ് ആർ ഓഫ് യു വി ഡോട്ട് ആർ യു ക്രോസ് ആർ വി ഡി എ എന്നുള്ളതാണ്. ഇപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇക്വൽ ടു 1 യൂണിറ്റ് സ്ഫിയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് സ്ഫിയറിന്റെ പാരാമെട്രൈസേഷൻ നമുക്ക് കാണാതെ അറിയണം. സൈൻ യു കോസ് വി ഐ പ്ലസ് സൈൻ വി ജെ പ്ലസ് കോസ് യു കെ. അതിന്റെ റേഞ്ച് വേരിയേഷൻ, യുവിന്റെ വേരിയേഷൻ 0 മുതൽ പൈ വരെയും വിയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെയും. അപ്പൊ ആർ യു കണ്ടു, ആർ വി കണ്ടു, ആർ യു ക്രോസ് ആർ വി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് കിട്ടുന്നത്. ഇനി ഇതിലെ എഫ് ഓഫ് ആർ യു ഡോട്ട് ആർ യു ക്രോസ് ആർ വിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് ആർ യു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ വൈ കാണുന്നിടത്ത് ഇത് സൈൻ യു സൈൻ വി എന്ന് കൊടുക്കണം, എക്സ് കാണുന്നിടത്ത് സൈൻ യു കോസ് വി എന്ന് കൊടുക്കണം, സെഡ് കാണുന്നിടത്ത് കോസ് യു എന്ന് കൊടുക്കണം. അപ്പൊ എഫ് ഓഫ് ആർ യു എന്നായി ഉള്ളതായി. ഡോട്ട് പിന്നെ ആർ യു ക്രോസ് ആർ വി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം ഈ ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. എന്നിട്ട് അതിനെ ഓവർ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള റീജിയൻ ഇതാണ് നമ്മളെ ഡൊമൈൻ എന്ന് പറയുന്നത്. അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ഡി യു ഏതാണോ റേഞ്ച് ആദ്യം കൊടുക്കണം അതിനനുസരിച്ച് വേണം. ഇവിടെ ആർ തീറ്റ എന്നുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അവിടെ ഡി യു ആണ് കൊടുക്കണമെങ്കിൽ അതിന്റെ വേരിയേഷൻ ആദ്യം കൊടുക്കണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആദ്യം ഡി ബി ഇന്റഗ്രേറ്റ് ചെയ്തു. പിന്നെ ആ കിട്ടിയ റിസൾട്ടിന് വിത്ത് റെസ്പെക്ട് ടു യു ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ നമുക്കിവിടെ 8π/3 എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്.
ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് അക്രോസ് എ സ്ഫിയർ കാണാൻ പറ്റും. അപ്പോൾ ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇത് ഈ ഫ്ലോയിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ഈ ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് വായിച്ചു നോക്കുക.